നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളൊപ്പം വിഷ്ണുവുണ്ട്. ഉത്തരം പറയാൻ ഞാനുമുണ്ട്. നമസ്കാരം സർ. എല്ലാവർക്കും നമസ്കാരം. സർ, ഈ ടി.വി.കെ, ഡി.എം.കെ, എ.ഡി.എം.കെ എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് ഫുള്ളായിട്ട് 2 മാസമായിട്ട് ഇലക്ഷൻ സീസണായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് എന്താണ് നടന്നിരിക്കുന്നു? ട്രംപ് എന്നൊരാളുണ്ടായിരുന്നു. പോയ മാസം ഫുൾ ഹെഡ്ലൈൻ അവരാണ്. ഇപ്പൊ അയാളെ കാണാൻ പറ്റുന്നില്ല. ഹെഡ്ലൈനിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ തമിഴ്നാട്ടിന്റെ ഹെഡ്ലൈനിലല്ല. തമിഴ്നാട് ഹെഡ്ലൈനിൽ ഇന്ന് ഒന്നും ഇല്ല. പക്ഷെ ഈ വീഡിയോ റിലീസാകുന്ന മുമ്പ് തീരുമാനം വരുമെന്ന് തോന്നുന്നു. അത് പോളിറ്റിക്സ് സർ. അത് അസൈഡ്. ഇത് ചെയ്തു എന്ന് മാത്രം പറയാമോ സർ? യൂഷ്വലി നടക്കുന്ന പോളിറ്റിക്സ് നമ്മൾ നോക്കി എന്താണ് ഇരിക്കുന്നത് സർ? ട്രംപ് യൂഷ്വലി അടിക്കുന്ന ബൾട്ടി അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതായത് അവരെന്ത് പറയുന്നതെന്നാൽ ഇറാൻ വന്നിട്ട് പീസ് ടോക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയുന്നു. ഇറാൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നു ഒരു കാగిതം വന്നിട്ടുണ്ട്, അതിനെടുത്ത് ഞങ്ങൾ സൈഡിൽ വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അവരെന്ത് വിചാരിച്ചൊന്ന് അകത്ത് ചെന്ന് ഒരു 3-4 കപ്പലിനെ വെളിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡും പ്രശ്നത്തോട് പ്രശ്നമാണ്. വൈരമേളിലും ഗുണ്ട് വിടുന്നതായിട്ടാണ് ന്യൂസ് വരുന്നു. പക്ഷെ ആ ന്യൂസിന് അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ട് സൈഡ് ഒരാളുടെ മേൾ ഒരാൾ മേൾക്കും പ്രശ്നത്തോട് പ്രശ്നമാണ്. കച്ചവട വില ഹൈ ആയിരിക്കുന്നു. ഇത് കാരണം ഇന്ത്യക്ക് ഒരു ദിവസം 1000 കോടിയാണ് നഷ്ടം. അതായത് ഈ പെട്രോൾ ഡീസലിലെല്ലാം ഒക്കെ കേട്ടാതിരിക്കുന്നു. അത് കാരണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ദിവസം 1000 കോടിയാണ് നഷ്ടം. സാർ, അത് തന്നെയല്ലോ ഇന്നും ഒരു 5-6 ദിവസത്തിൽ പെട്രോൾ ഡീസലിന്റെ വില കയറുമെന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? പക്ഷെ അല്ല, മുമ്പേ കേറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ കേറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് ഇതുവരെ വില കയറ്റാത്തത്. ഇന്ത്യക്ക് എന്താണ് ധർമ്മസങ്കടം എന്ന് വെച്ചാൽ $25 ഇരിക്കുമ്പോഴേ 100 രൂപയ്ക്ക് വിറ്റ് അവർ സമ്പാദിച്ചു. അത് കാരണം ഇന്ന് കൊടുക്കാം. ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നാൽ അന്ന് നീ സമ്പാദിച്ചല്ലേ ഇന്ന് താന്നാണ് അവർ ചോദിക്കുന്നത്. ഇത്രയും ദിവസം കൺട്രി ആകുമെന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയി പോയി ഒരു 70 ദിവസമായി ഇപ്പോൾ. ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും ഇപ്പോൾ വരാവില്ല. ജൂണിൽ പ്രോബ്ലമാണ്. ഫെർട്ടിലൈസർ പ്രോബ്ലം ഇരിക്കും. പല ഗുഡ്സിൻ്റെ വില കയറി ഓൾറെഡി. മസ്റ്റേർഡ് ഓയിൽ അതിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. പാം ഓയിൽ വില കയറിയ കാരണം കടുകെണ്ണൻ്റെ വിലയും കയറിയിരിക്കുന്നു. യൂസേജ് കൂടുതലായിരിക്കുന്നത് സാർ. യൂസേജ് കൂടുതലിരിക്കുന്ന കാരണം അതിൻ്റെ വിലയും കയറുന്നു. ഓവറാളായിട്ട് വന്ന് ജനങ്ങൾ യൂസ് ചെയ്യുന്ന വിലയും കയറുന്നു. ലോകം ഫുള്ളായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ 4% കഴിഞ്ഞു പോകുന്നു. ഇന്ത്യയിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോൾ കൂടിപ്പോവും. ഇതൊക്കെ ട്രംപിൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കാ നമ്മുടെ സ്ഥലങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും അല്ലേ സർ? ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുന്നില്ല. അമേരിക്കയിൽ 10 വർഷത്തിൻ്റെ ബോണ്ടിൽ വന്നിട്ട് 4% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇരിക്കുന്നു. ഇന്ത്യയിൽ വന്നിട്ട് 10 വർഷത്തിൻ്റെ ബോണ്ടിൽ വന്ന് 7% ഇരിക്കുന്നു. 7% ഇരിക്കുന്ന സമയം നമ്മുടെ റേറ്റ് ആക്ച്വലായിട്ട് 5.25 ആണ് ഇരിക്കുന്നു. അതായത് RBI റേറ്റ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആൽമോസ്റ്റ് 2% അടുത്തിരിക്കുന്നു. അത് വന്നിട്ട് 3.75 ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ 4.5 ഇരിക്കുന്നു. ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് 0.75. ഇപ്പോൾ എന്തുകൊണ്ട് FII വിൽക്കുന്നു എന്നാൽ ഇന്ത്യയിൽ വന്നിട്ട് ബോണ്ട് റേറ്റ് വന്ന് 7% ഇരിക്കുന്നു. അമേരിക്ക 4.25% ഇരിക്കുന്നു. ഹെഡ് ചെയ്യാൻ ഒരു കോസ്റ്റ് ഇരിക്കുന്നില്ലേ, അത് ആ 2.5% മുകളിലിരിക്കുന്നു. വിച്ച് ഈസ് റുപ്പി ടു ഡോളറിന് മാറ്റുന്ന കാര്യങ്ങളാ സർ. ഹെഡ്ജ് ദാറ്റ് ഈസ് വീഴുന്ന എനിക്ക് തിരികെ കിട്ടേണ്ടത്. അതേസമയം അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റ് വന്നിട്ട് സൂപ്പർ ഹൈ ആയിരിക്കുന്നു. ഇപ്പോൾ നോക്കിയെങ്കിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചുമ്മാ പറയാം, ഇത് വന്നിട്ട് പ്രോഫിറ്റ് അവർ ഒഴിവാക്കിയത്. ക്യാഷ് ഫ്ലോ ദാറ്റ് ഹാസ് ടു കം. സാംസങ് ഗ്രൂപ്പ്സ് ഒരു വർഷത്തിന് $15 ബില്യൺ പ്രോഫിറ്റ്. $250 ബില്യൺ. $1 ബില്യൺ വന്നിട്ട് 10,000 crore. അതെ, റൈറ്റ്. ഇവർ വന്നിട്ട് 100 ബില്യൺ പ്രോഫിറ്റ്. ഐനിക്സിന് രാംചന്ദ് അവർ സഞ്ജീസൺ $100 ബില്യൺ പ്രോഫിറ്റ്. ഗൂഗിൾ പെട്ടെന്ന് $5 ട്രില്യൺ കമ്പനി ആയിട്ട് മാറുമെന്ന് പറയുന്നു. $5 ട്രില്യൺ കമ്പനി ഗൂഗിൾ, എൻവിഡിയ ഇവരൊക്കെ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കുന്നു. പറഞ്ഞ ഐനിക്സ്, TSMC ഇവരൊക്കെ എക്സ്ട്രീംലി പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഇരിക്കുന്നു. ഈ AI പോകുന്ന ചിപ്സ് റേഞ്ചിലിരുന്ന് അവർ പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഇരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം എന്ത് നടന്നു എന്നാൽ ആന്ധ്രപ്രദേശ് സെയിൽസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ChatGPT. ഇത് ഒരു സൈഡ് പോയിക്കൊണ്ടിരുന്നു. ഇന്നൊരു സൈഡ് ജോബ് ലോസസും ഉണ്ടായിരുന്നു. കോഗ്നിസെന്റിൽ ഒരു 15,000 പേരെ വെളിയിലാക്കിയെന്ന് പറയുന്നു. ഈ ജോബ് ലോസസിന് IT ഒരു സൈഡ് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വന്നിട്ട് ഈ TSMC, ആന്ത്രപ്പി, ഗൂഗിൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു. അതും അബ്രോഡ് മാർക്കറ്റിൽ ഇതൊക്കെ ഞങ്ങൾ കൺസിഡറേഷൻ ലിസ്റ്റ് എടുക്കട്ടെ. ഇപ്പൊ ഞാൻ നോക്കി ഒരുപാട് ദിവസം ആകുമോ. 7,000 ക്രോസ് ചെയ്ത് മാർക്കറ്റ് എവിടെയോ ചെന്നിരിക്കുന്നു. മണി ഈസ് കാഷിങ് അറൗണ്ട്. ഇന്ത്യ മാർക്കറ്റിലാണ് ഒരുപാട് കയറാതെ അങ്ങനെ ഇരിക്കുന്നത്. അത് ആൾ ടൈം ഹൈയിൽ 6 വാരം കൊണ്ട് മാർക്കറ്റ് കയറിയിരിക്കുന്നു.
സോ ഈ ഇറാൻ ഇതൊക്കെ അഫക്റ്റ് ആകുന്നില്ല ഇവിടെ. അമേരിക്കൻ മാർക്കറ്റ് ഈസ് ഓൾ ടൈം ഹൈ. ജാപ്പനീസ് മാർക്കറ്റും ഈ ഹോളിഡേയിലൊക്കെ പതിയെ ഇരുന്നു അങ്ങനെ. പിന്നെ ഓൾ ടൈം ഹൈയിലാണ്. നമ്മൾക്ക് 3 വർഷത്തിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. സോ നമ്മുടെ ട്രേഡറിനെ ഫോളോ ചെയ്തവർക്കൊക്കെ ഒരുപാട് പ്രോഫിറ്റുകൾ കിട്ടിയിരിക്കും. ടെൽ, ഗൂഗിൾ, ലക്ഷ്യദാദ്വേ ഇതുപോലെ ഒരുപാട് കമ്പനികളിൽ ഒരുപാട് ലാഭങ്ങൾ കണ്ടിരിക്കും. ഇപ്പൊ വന്നിട്ട് മാർക്കറ്റ് വില്ലും നിങ്ങൾ കാത്തിരിക്കാം. ഇപ്പൊ തന്നെ ഓവർ വാല്യൂഡ് ആയിരിക്കുന്നു. ഇത് ബോണ്ടിലിരിക്കുന്ന കാശിനെടുത്ത് മാർക്കറ്റിൽ ഇടട്ടാ എന്ന് 2-3 ആഴ്ചയ്ക്ക് മുൻപ് ചോദിച്ചപ്പോ, ഒരു മാസത്തിന് മുമ്പ് ചോദിച്ചായിരുന്നു സാറ് മാർക്കറ്റ് വീഴുന്ന എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഈവൻ നൗ ഞാൻ അതേ ചോദ്യമാണ് ഇതെന്ന് ചോദിക്കുന്നത്. വെച്ചാൽ നിങ്ങൾ ഇന്റർനാഷണൽ ലെവൽ മാർക്കറ്റ് ഇത് ഹൈ ആയിരിക്കുന്നു എന്ന് പിന്നെ പറയുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ റിയൽ ഏർണിങ്സിന് ഇരിക്കുന്നു. പക്ഷേ ഇവിടെ ഇല്ലല്ലോ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആ ഏർണിംഗ് കൂടുതൽ ഇരിക്കുന്നു എന്ന് പറയുന്ന സമയം ഞങ്ങൾ ആ ബസ്സിനെ മിസ് ചെയ്തോ എന്നോ ഒരു തോന്നലുണ്ട് സർ. നിങ്ങൾ ആ ബസ്സിനെ പിടിക്കണമെങ്കിൽ 2 വർഷത്തിന് മുമ്പേ പിടിച്ചിരിക്കണം. അതായത് നിങ്ങൾ ബോണ്ടിനെ കൊടുത്തോണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് വരേണ്ട ബസ്സിനെ മിസ് ചെയ്തോ എന്നോ ഒരു സംശയം. ബോണ്ടിലിടുന്ന കാശും അമേരിക്കയിലിടുന്ന കാശും വേറെ വേറെയാണ്. അത് മനസ്സിലാക്കണം. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാസം 50,000 രൂപ നിങ്ങൾക്ക് എടുത്തു വയ്ക്കണം. ഇത് വന്നിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. എക്സ്ട്രീംലി വെരി ലിമിറ്റഡ് പീപ്പിൾ മാത്രം തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അവരും ചെയ്യുന്നു. ഈ ബോണ്ട് ചേർക്കുന്നത് നിൻ്റെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഇൻഡസ്ട്രിന്ന്. അതിനെ എടുത്ത് ഇന്ന് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. 138% ഓഫ് GDP ഇരിക്കുന്നു. സോ ആ GDPക്ക് താഴെ കുറയും. ആൾറെഡി നിങ്ങൾ കുറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണം തെറ്റാണ്. 2 പ്രാവശ്യം 26,300 ടച്ച് ചെയ്ത് 23,800 24,800 അകത്തിരിക്കുന്നു. ഇപ്പൊ 24,200 അകത്തിരിക്കുന്നു സർ. കറക്റ്റ്. ഈ 500 പോയിന്റിൽ ഷിഫ്റ്റ് ആയിരിക്കുന്നത് കറക്റ്റാ. ഈവൻ അറ്റ് ദിസ് ടൈം കൺസോളിഡേറ്റഡ് ആയിട്ട് നെസ്റ്റ് ഏർണിങ്സ് നോക്കുവാണെങ്കിൽ നിങ്ങളെ പല ഏർണിങ്സിനൊപ്പം ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് കൺസോളിഡേറ്റഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി. ഇന്നലെ വന്ന് മാർക്കറ്റ് വിളുന്നായിരുന്നു. പക്ഷേ എന്നോ നമ്മൾ കൺസിഡർ ചെയ്ത ടൈറ്റൻ കയറിയിരിക്കുന്നു. 95 ടൈംസ് ഏർണിങ്സ്. ഇന്ന് വേണമെങ്കിൽ ഇറങ്ങാം. ട്രെൻഡിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ ട്രെൻഡ് വീഴുന്നു. ഇപ്പോൾ എനി സ്റ്റോക്ക് വിച്ച് ഇസ് എക്സ്ട്രീംലി ഹൈലി പ്രൈസ്ഡ് ഡെഫിനറ്റ് ആയിട്ട് താഴെ വീഴും. സർ ഇപ്പൊ ജ്യോതി ലാബ് നല്ല റിസൾട്ട് വന്നിരിക്കുന്നു. പക്ഷെ അവർ ഒരു മാർജിൻ പ്രഷറിൽ ഇരിക്കുന്നു. നല്ല കാര്യം ജ്യോതി ലാബ്സിനെ കുറിച്ച് ചോദിച്ചത്. ഞാൻ നിനക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ജ്യോതി ലാബ് 6 മാസത്തിന് മുമ്പ് എന്ത് വിലയിലിരുന്നു? 6 മന്ത് ബാക്ക് എന്ത് റേറ്റിലിരുന്നു? 1 ഇയർ ബാക്ക് എന്ത് റേറ്റിലിരുന്നു? സർ 3 ഇയറിന്റെ ഹൈ വന്നിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് 555. ഓക്കെ. ഈ പീക്കിൽ ഒരു പ്രാവശ്യം ഇരുന്നത് 550ൻ്റെ മുകളിലിരുന്നു. ഇന്ന് അത് നിയർലി 50% ഇരിക്കുന്നു. ഇന്ന് 250 സർ. 50% ഇറങ്ങിയിരിക്കുന്നു താള്. 5 ഇവിടെ എവിടെ നിന്ന് എടുത്തോ? ഈ 26,000 ഹൈയിലിരുന്ന് ഇറ്റ് ഹാസ് ഫോളൻ 50%. ഈ 26,000 ഹൈയിലിരുന്ന് ഇറ്റ് ഹാസ് ഫോളൻ 50%. നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാൻ മറന്നു, ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാൻ മറന്ന, മസ്കിറ്റോ കോയിലിനെ കുറിച്ച് മറന്ന, അന്ന് മാർക്കറ്റ് വളരെ നല്ല ഒരു ഹാപ്പി മോഡിലുണ്ടായിരുന്നു. മാർക്കറ്റ് നന്നായിരുന്നു. ഇവൻ മോർ ദ കമ്പനീസ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ സൗത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നു, നോർത്തിൽ സ്ട്രോങ് ആയില്ല എന്നൊക്കെ. ഫണ്ടമെൻ്റലായിട്ട് എന്തെന്ന് വെച്ചാൽ അന്ന് കൊടുത്ത വാല്യൂ ടു മച്ച് ആണ്. ഇന്നിരിക്കുന്നത് എക്സാക്റ്റ് വാല്യൂ ആണ്. എനിക്ക് എന്ത് മനസ്സിലാകുന്നു എന്നാൽ അന്ന് ഇറ്റ് വാസ് അൺവാല്യൂഡ്. അന്ന് നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താണ് കഥ? 50% പോകും. 50% രൂപയിൽ ചെന്നിരിക്കും. 3 വർഷത്തിന് മുമ്പ് റുപ്പി വന്നിട്ട് 83 ആണ്. 96, 97 നീ പോയി വാങ്ങണമെന്ന് നോക്കുമ്പോൾ 97 ആണ്. എന്തായി? 16 രൂപ കുറഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് നിയർലി 20%. നീ അന്ന് നോക്കുവാണെങ്കിൽ നോട്ട് ഓൺലി ദിസ് 50%, അതിൻ്റെ മുകളിൽ ഒരു 20%. അവന് ഡോളറിൽ 70% വിളഞ്ഞിരിക്കും. അപ്പോൾ നീ എന്ന് റിക്കവർ ചെയ്യും? 100 രൂപ സ്റ്റോക്ക് 30 രൂപ ആയെങ്കിൽ 30, 60 ആയാലും എനിക്ക് പ്രോഫിറ്റ് ഇല്ല. 20, 120 ചെന്നാൽ മാത്രമാണ് എനിക്ക് ഗെയിന്. അതാണ് ഇതുപോലത്തെ സ്റ്റോക്കിൽ കൈവയ്ക്കേണ്ട വൈറസ് സൂചി എന്ന് പറയുന്നത്. സർ ഇതിലുള്ള സംശയം എന്തെന്ന് വെച്ചാൽ FMCG പ്ലേയേഴ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എല്ലാം ഇങ്ങനെയാണ്. ബ്രിട്ടാനിയ വന്ന് എക്സാമ്പിൾ പറയാം. ബ്രിട്ടാനിയ വന്നിട്ട് ഗ്രൗണ്ട് നമ്പർ 20-10% മുകളിൽ ഏർണിങ്സ് ചെന്നായിരുന്നു. ഏർണിങ്സ് ബാഡ് എന്നൊക്കെ പറയാൻ പറ്റൂല. നല്ല ഡീസൻറ്റ് ഏർണിങ്സ് ആണ്. എന്താണ് മാർക്കറ്റ് ഇന്നലെ അതിനെ അടിച്ചു എന്ന് വെച്ചാൽ ആൾറെഡി ബ്രിട്ടാനിയ 60 ടൈംസ് ഏർണിങ്സ് ആണ്. ആ സമയം അതിന് എന്ത് റിസൾട്ട് കൊടുത്താലും അടിക്കും. സർ അപ്പൊ നമ്മൾ വിചാരിച്ച റിസൾട്ട് വന്നില്ല എന്ന് മനസ്സിലാക്കാമോ? അതെ, കറക്റ്റ്. എതിർനോക്കിയ റിസൾട്ട് വന്നില്ല. അതായത് നിങ്ങൾ ഫാൻസി എന്തോ എതിർനോക്കുന്നു, ആ റിസൾട്ട് മാർക്കറ്റിൽ എന്ത് കിട്ടുന്നില്ല. അതായത് ചട്ടിയിൽ മാവ് ഉണ്ടെങ്കിൽ തന്നെ ദോശ ഊത്താൻ പറ്റും. ഐറ്റി വാല്യൂവേ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ എവിടെ പ്രീമിയം എടുക്കും?
എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.